ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്ക് സഹായമായി ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും നൽകിയെന്ന് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ പുതിയ റിപ്പോർട്ട്. നാളിതുവരെ ഇന്ത്യ കാത്തുസൂക്ഷിച്ച ചേരിചേരാ നയത്തിന്റെ കടക്കൽ കത്തിവെക്കുകയാണ് മോദി സർക്കാർ ചെയ്തതെന്ന് വ്യക്തം. 2023 ഒക്ടോബർ 7 മുതൽ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുറഞ്ഞത് 2596 ആയുധ സൈനിക ഉപകരണ ഷിപ്മെന്റുകൾ അയച്ചതായാണ് ആംനസ്റ്റി റിപ്പോർട്ടിൽ പറയുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ ഇസ്രായേലിലേക്ക് ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും വിതരണം എന്ന തലക്കെട്ടിലാണ് പുതിയ റിപ്പോർട്ട് പുറത്തു വന്നത്. ഇതിലൂടെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ പങ്കാളികളാകുന്ന രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയെയും ചേർത്തു നിർത്തുക എന്ന ക്രൂരതയാണ് മോദി സർക്കാർ ചെയ്തത്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണ്ടെത്തലുകൾ ജൂലൈ 30 ദി വയർ മനുഷ്യാവകാശങ്ങളുടെയും നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ വിമർശനാത്മകമായി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഗസയിലെ യുദ്ധക്കുറ്റങ്ങൾ, മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, വംശഹത്യ എന്നിവയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾക്ക് ശേഷവും ഇന്ത്യ ഇസ്രായേലിലേക്ക് ആയുധങ്ങളും വെടിക്കോപ്പുകളും കയറ്റുമതി ചെയ്യുന്നത് തുടർന്നു. 2023 ഒക്ടോബർ 7 2025 നവംബർ 30 ഇടയിൽ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് 2596 കയറ്റുമതികൾ കണ്ടെത്തിയതായി 42 പേജുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതിലെ നിയമപരമായ വശം വളരെ പ്രധാനപ്പെട്ടതാണ്. 2024 ജനുവരിയിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി താൽക്കാലിക നടപടികൾ പുറപ്പെടുവിച്ചിരുന്നു. സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന കക്ഷികൾക്ക് ആയുധങ്ങൾ കൈമാറുന്നതിനെക്കുറിച്ചും പിന്നീട് രാജ്യങ്ങളെ ഓർമ്മിപ്പിക്കുകയും ഇസ്രായേലിന്റെ അധിനിവേശത്തെക്കുറിച്ച് 2024 ജൂലൈയിൽ ഒരു ഉപദേശക അഭിപ്രായം നൽകുകയും ചെയ്തിരുന്നു. എന്നുവച്ചാൽ ലോകനീതിക്ക് നിരക്കാത്തതാണ് ചെയ്യുന്നതെന്ന് മോദി സർക്കാരിന് അറിയാമായിരുന്നു. ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, സൈനിക ഭാഗങ്ങൾ, അനുബന്ധ സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ കൈമാറ്റം പൂർണ്ണമായും നിർത്തിവെക്കുക, വംശഹത്യയും യുദ്ധക്കുറ്റങ്ങളും ഇന്ത്യയിൽ വിചാരണ ചെയ്യാവുന്ന കുറ്റങ്ങളാക്കി മാറ്റുന്നതിനുള്ള ആഭ്യന്തര നിയമനിർമ്മാണം നടത്തുക എന്നിവയാണ് ആംനസ്റ്റിയുടെ ശുപാർശകൾ. ഫലസ്തീന് പിന്തുണ, മാനുഷിക സഹായം, ദ്വിരാഷ്ട്ര പരിഹാരം എന്നിവ ഔദ്യോഗികമായി ആവർത്തിക്കുമ്പോഴും ഇസ്രായേലുമായി ആഴത്തിലുള്ള ബന്ധം നിലനിർത്തുന്നു എന്നതാണ് മോദി സർക്കാർ സ്വീകരിച്ച രാഷ്ട്രീയ കാപട്യം. 2021-25 കാലയളവിൽ ഇന്ത്യയുടെ ആയുധ ഇറക്കുമതിയുടെ 15% ഇസ്രായേലാണ് വിതരണം ചെയ്തതെന്നും അതേ കാലയളവിൽ ഇസ്രായേലിന്റെ ആയുധ കയറ്റുമതിയുടെ 29% ഇന്ത്യയാണ് വാങ്ങിയതെന്നും ലേഖനം പറയുന്നു. ഫലസ്തീൻ ജനതയ്ക്ക് അനുകൂലമായി ചരിത്രപരമായി ഇന്ത്യ പുലർത്തിയിരുന്ന ശക്തമായ നിലപാടുകളിൽ നിന്നും ചേരിചേരാ നയത്തിന്റെ മൂല്യങ്ങളിൽ നിന്നും ഇത് വ്യതിചലിക്കുന്നുവെന്നത് മാത്രമല്ല പ്രശ്നം. രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കിടക്കുന്നേരം കർഷകരും വിദ്യാർത്ഥികളും സമരവുമായി തെരുവിലിരിക്കെ ഗസയിലെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ ഇന്ത്യ കൂട്ടുനിന്നുവെന്നത് ഞെട്ടിക്കുന്നതാണ്. മോദി സർക്കാരിന്റെ കൈകളിൽ ആ ചോര പുരണ്ടിരിക്കുന്നു.